ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ രാഷ്ട്രീയ ബോധമുള്ളതുകൊണ്ടും തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുന്നത് അത് വോട്ട് ചെയ്യാൻ മാത്രമല്ല മറ്റ് പല കാര്യത്തിനും അടിസ്ഥാന രേഖയാണ് ആകും എന്നുള്ളത് കൊണ്ട് വളരെ കാര്യമായി അതിലെത്താനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇനി ബി എൽ ഒമാരായി വരുന്ന ആളുകളോ, സംസ്ഥാനത്ത് ബി എൽ ഒമാരായി വരുന്നവർ ആരാണ്? ക്ലാസ് 3 ഉദ്യോഗസ്ഥരാണ്. ഈ ക്ലാസ് 3 ഉദ്യോഗസ്ഥർ വളരെ ഇപ്പം മുകളിൽ നിന്ന് കളക്ടറാണ് മുകളിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് മുകളിൽ നിൽക്കുന്നത്. അവർ പറഞ്ഞാൽ അത് 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 കല്ലേൽ പിറക്കുന്ന രാജാജ്ഞയായി പറയുകയാണ്. അപ്പോൾ അവരൊന്ന് വിളിച്ച് വിരട്ടിയാൽ വരണ്ടു പോകുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. ഇന്ന് ആത്മഹത്യ ചെയ്ത മനുഷ്യൻ്റെ ജോലി ഉണ്ട്, അദ്ദേഹം ഒരു പിയൂണാണ്. നിങ്ങളെ ഒരു കളക്ടറെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ സാർ തിങ്കളാഴ്ച വരുമ്പോൾ കണ്ടില്ലെങ്കിൽ ശരിയായിക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി പോകുമെന്ന് ആ മനുഷ്യൻ വിശ്വസിച്ച് പോകും. ഒരു പുല്ലും ചെയ്യില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ, ഏറ്റവും പാവപ്പെട്ട, സർക്കാർ ശ്രേണിയിലെ ഏറ്റവും താഴെ നിൽക്കുന്ന മനുഷ്യരാണ് ഈ ബി എൽ ഒമാർ. അവരുടെ പുറത്താണ് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് കുതിര കയറിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ അവർ താങ്ങും? ഒരാത്മഹത്യയെ നടന്നുള്ളൂ എന്നുള്ളതാണ് അത്ഭുതം. അങ്ങനെയാണ് കരുതേണ്ടത്.